ഭൂമിയുടെ ശരാശരി താപനില എന്ന് പറയുന്നത് 16 ഡിഗ്രി സെൽഷ്യസ്. അതിൻ്റെ ഭൗമ ഉപരിതലത്തിൽ 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശരാശരി 16, ഭൗമ ഉപരിതലത്തിൽ 14. ഈ മാതൃഭൂഖണ്ഡം അല്ലെങ്കിൽ അമ്മ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് പാൻജിയയാണ്. പാൻജിയയെ ചുറ്റിയുണ്ടായിരുന്ന അതിവിസ്തൃതവും അഗാധവുമായ സമുദ്രത്തിന് പന്തലാസ എന്നാണ് അറിയപ്പെടുന്നത്. പാൻജിയ വിഭജിച്ചുണ്ടായ ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയെന്നറിയാമോ? വടക്ക് ഭാഗത്ത് ലൗറേഷ്യയും സൗത്ത് ഗോണ്ട്വാനാലാൻഡും എന്നാണ് അറിയപ്പെട്ടത്. ലൗറേഷ്യയും ഗോണ്ട്വാനാലാൻഡിനെയും വേർതിരിക്കുന്ന നദിയായിരുന്നു തെതിസ്. ആ തെതിസാണ് നദികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ലൗറേഷ്യ വേർപെട്ട് യൂറേഷ്യയും വടക്കേ അമേരിക്ക ഉണ്ടായി. ഗോണ്ട്വാനാലാൻഡ് തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഓക്കെ, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അടുത്ത്, ഫലക ചലന സിദ്ധാന്തം ആവിഷ്കരിച്ചത് എ ഹോംസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആൽഫ്രഡ് വെഗ്നർ ഓർമ്മ, അത് വൻകര വിസ്ഥാപന സിദ്ധാന്തമാണ്. ഓക്കെ, ഏറ്റവും വലിയ ഫലകം, ഏറ്റവും വലിയ സമുദ്രത പസഫിക് അല്ലേ? അപ്പോൾ ഏറ്റവും വലിയ ഫലകം എന്ന് പറയുന്നത് പസഫിക് ഫലകമാണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്തെന്ന് വെച്ചാൽ ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വെഗ്നർ, ജർമ്മൻ സയൻറ്റിസ്റ്റാണ്. ആ വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന ആശയം, ഐഡിയ മുന്നോട്ട് വെച്ചത് AS പെല്ലഗ്രിനി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഈ കടൽത്തറയെ ഉൾക്കൊള്ളുന്ന സിമമണ്ഡലത്തിന് മുകളിലൂടെ, കടൽത്തറ സിമയാണ്, അതിൻ്റെ മുകളിലൂടെ വൻകരയെ ഉൾക്കൊള്ളുന്ന സിയാൽ മണ്ഡലം ഒഴുകി നീങ്ങുന്നു. അതാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. അടിയിലെ സീമ, മുകളിൽ സിയാൽ എന്ന് ഓർമ്മിച്ചാൽ. ഓക്കെ, ഒരു കോഡ് വെച്ച് സീമ അടിയിൽ, സിയാൽ മുകളിൽ. ഓക്കെ, പ്രധാന ഫലകങ്ങൾ ഞാൻ പറഞ്ഞില്ല, 6 ഫലകങ്ങളാണുള്ളത്. ഏറ്റവും വലുത് പറഞ്ഞു, പസഫിക് ഫലകം. ഫലകങ്ങൾ അമേരിക്കൻ ഫലകം, പസഫിക് ഫലകം, യൂറോപ്യൻ ഫലകം, ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകം, ആഫ്രിക്കൻ ഫലകം, അന്റാർട്ടിക്കൻ ഫലകം. ഓക്കെ, പഠിക്കാൻ എളുപ്പമാണ്. അമേരിക്ക, പസഫിക്, യൂറോപ്പ്, ഇൻഡോ ഓസ്ട്രേലിയൻ, ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഇത്രയും ഫലകങ്ങളുണ്ട്. ഓക്കെ, അതാണ് ഫലകങ്ങളൊക്കെ. അടുത്ത രേഖാംശ രേഖകൾ, അല്ലെങ്കിൽ അതിനെ ലോജിറ്റ്യൂഡിനൽ ലൈൻസ് എന്നറിയപ്പെടുന്നു. ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ. സമയനിർണയത്തിന് വേണ്ടിയാണ് രേഖാംശ രേഖ ഉപയോഗിക്കുന്നത്. ആകെ 360 രേഖാംശ രേഖകളുണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. 0 ഡിഗ്രി ഗ്രീനിച്ച് രേഖ ലണ്ടനിലൂടെ കടന്നു പോകുന്നു. അത് വെച്ചാണ് നമ്മുടെ സമയമൊക്കെ നമ്മൾ കണക്കാക്കുന്നു. സമയത്തെ നമ്മൾ 2ആയി തിരിച്ചിട്ടുണ്ട്, പ്രാദേശിക സമയമെന്നും സ്റ്റാൻഡേർഡ് സമയമെന്നും. ഒരു രേഖാംശം കടന്നു പോകുന്ന സമയമായിരിക്കും ആ പ്രദേശത്തെ പ്രാദേശിക സമയം. ഓക്കെ, രേഖാംശ രേഖ കടന്നു പോകുന്ന സമയത്തെ ആയിരിക്കും ആ പ്രദേശത്തിൻ്റെ പ്രാദേശിക സമയം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ 82.5 ഡിഗ്രി ഈസ്റ്റേൺ രേഖാംശം അലഹബാദിലൂടെയാണ് കടന്നു പോകുന്നത്. അത് വച്ചിട്ടാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത്. അത് ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അവിടെ 1 മണിയാകുമ്പോൾ ഇവിടെ 6:30 ആവും, അവിടെ 2 ആവുമ്പോൾ ഇവിടെ 7:30 ആവും. അത് വെച്ച് പ്രാദേശിക സമയം കണക്കാക്കാൻ ആശ്രയിക്കുന്ന രേഖയാണ് ഗ്രീൻവിച്ച് രേഖ. അടുത്ത്, 82.5 ഡിഗ്രി ഈസ്റ്റേൺ രേഖാംശത്തെ ഇന്ത്യയുടെ മാനക രേഖാംശമായി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം കണ്ടുപിടിക്കാനുള്ള രേഖാംശ രേഖയായിട്ട് അംഗീകരിച്ചത് 1906 ജനുവരി 1-നാണ്. ഈ 1906-ൻ്റെ പ്രത്യേകത 2 കാര്യം പറയാം. 1906-ലായിരുന്നു മുസ്ലിം ലീഗ് സ്ഥാപിച്ചത്. ആഖാ ഖാനും സലിമുള്ള ഖാനും ധാക്കയിൽ വച്ച്. 1906 INC സമ്മേളനത്തിലാണ് സ്വരാജ് പ്രമേയം പാസ്സാക്കുന്നത്. ഇതുവരെ കണക്റ്റ് ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യയുടെ അതേ സ്റ്റാൻഡേർഡ് ടൈമുള്ള മറ്റൊരു രാജ്യമാണ് ശ്രീലങ്ക. പ്രാദേശിക സമയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത് 180 ഡിഗ്രി രേഖാംശം. വളഞ്ഞു പുളഞ്ഞ രീതിയിൽ വരയ്ക്കുന്ന ഒരേ ഒരു രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്നത് പസഫിക്കിൻ്റെ മധ്യ സൈഡിലൂടെയാണ്. മധ്യ പസഫിക് ഓഷൻ വഴിയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ 180 ഡിഗ്രി
രേഖാംശ രേഖ കടന്നു പോകുന്നത്. ഓക്കെ, ഇനി ബെറിങ് കടലിടുക്കിനെ കുറിച്ച് കുറച്ച് കാര്യം. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന ഒരേ ഒരു കടലിടുക്കാണ് ബെറിങ് കടലിടുക്ക്. പസഫിക്കിനെയും ആർട്ടിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ബെറിങ് കടലിടുക്ക്. വടക്കേ അമേരിക്കയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് ബെറിങ് കടലിടുക്ക്. വടക്കേ അമേരിക്കയും അലാസ്കയെയും ഏഷ്യയിലെ റഷ്യയും വേർതിരിക്കുന്ന വടക്കേ അമേരിക്കയിലെ അലാസ്കയെയും ഏഷ്യയിലെ റഷ്യയും വേർതിരിക്കുന്നതും ബെറിങ് കടലിടുക്ക് തന്നെയാണ്.